ഹായ് എവരി വൺ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബിൻ്റെ റെസിപ്പിയാണിത്. അത് നമ്മൾ പാനിലാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ ബൗളിലേക്ക് ചിക്കൻ നന്നായി അരച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. അത് വേവിക്കാതെ അരച്ചിട്ടുള്ളതാണ്. ഇത് ഏകദേശം 1.5 കപ്പ് ചിക്കൻ ഉണ്ടാവും. ഇതേപോലെ എല്ലുകളൊന്നും ഇല്ലാതെ നല്ലോണം നൈസായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി ചെറുതായി അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അടുത്തതായിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് നല്ല ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 10-15 കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഗരം മസാല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല ഇഷ്ടമല്ലാത്തവർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ മാക്സിമം എരി കുറച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതൊരു മാവ് രൂപത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ലൊരു മാവ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇത് കബാബിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട്ലേറ്റിൻ്റെ പോലെ ആക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർസിൻ്റെ മുകളിൽ വെച്ചിട്ട് നീണ്ട ഷേപ്പിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാട്ടിത്തരാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റും അതുപോലെ 5 സ്ക്വയർസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ടാവും, ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിലെങ്ങനെയാണ് കബാബ് വെക്കാമെന്ന് കാട്ടിത്തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ മാവിൽ നിന്ന് അല്പം എടുക്കുക, കുറച്ച് പാകത്തിന് എടുക്കുക. നെക്സ്റ്റ് ഇത് നമ്മൾ സ്ക്വയർസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ കൂടുതൽ തിക്കാക്കാതിരിക്കേണ്ട ബെറ്റർ, കാരണം നമ്മൾ പാനിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നൈസാക്കി കൊടുക്കുമ്പോൾ വേഗം തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ മാക്സിമം നമ്മൾ തിക്ക് കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ഷേപ്പ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമ്മുടെ മാവ് നല്ലോണം ഇതായ കാരണമാണ്, സോഫ്റ്റായ കാരണമാണ് ഇതിങ്ങനെ കറക്റ്റ് ഇതിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് അതിൽ നിന്ന് പോരും. നെക്സ്റ്റ് ഇതെങ്ങനെയാണ് വട്ടത്തിൽ ചെയ്തെടുക്കാമെന്നും കൂടി കാട്ടിത്തരാം. ആദ്യം നമ്മൾ ഇതേപോലെ അല്പം മാവ് എടുക്കുക, ഒരു ലഡുവിൻ്റെ സൈസിലൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് അതിങ്ങനെ വലുതായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം മാത്രം ഇതിങ്ങനെ വലുതാക്കി കൊടുക്കുക. നമ്മൾ ചിക്കൻ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട് ഈ കബാബ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് വേറൊരു ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ ഷേപ്പിലാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ചിക്കൻ കൊണ്ട് നമ്മൾ 9 കബാബ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. 4 എണ്ണം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതേപോലെ, അതുപോലെ 5 എണ്ണം നമ്മൾ സ്ക്വയർസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കുറഞ്ഞ ഓയിലിൽ എങ്ങനെ ഇത് പൊരിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കബാബ് പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക.
നെക്സ്റ്റ് നമ്മളുടെ കബാബ് ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം കൂടുതലായിട്ടുള്ള തീയിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ. ഇനി നമ്മളിതിൻ്റെ സൈഡൊന്ന് തിരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കബാബിൻ്റെ എല്ലാ ഭാഗവും ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയത് കൂടി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ സിമ്പിൾ അതുപോലെ തന്നെ ടേസ്റ്റും ആയിട്ടുള്ള ചിക്കൻ കബാബ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് റെസിപ്പിയുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയക്കുക.